സാമ്പത്തികമായി വളരെ താഴ്ന്ന ചുറ്റുപാടിലായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത്. ഒരു ദിവസം തന്റെ പെങ്ങളുടെ ഷൂ നന്നാക്കാൻ പോകുന്നതിനിടെ അവന്റെ കയ്യിൽ നിന്നും ആ ഷൂ എങ്ങനെയോ നഷ്ടമാകുന്നു. അവൻ ഈ കാര്യം വീട്ടിൽ പറയാൻ പറ്റില്ല. പുതിയത് വാങ്ങാനുള്ള പണവുമില്ല. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. അവന്റെ ഷൂ കൊണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയിരിക്കെ ഒരു ഓട്ടമത്സരത്തെക്കുറിച്ച് അവർ അറിയുന്നു. അതിന്റെ 3-ാം സമ്മാനം ഒരു ഷൂ ആണെന്നതാണ് അവനെ ആകർഷിച്ച വസ്തുത. അവൻ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരം കഴിഞ്ഞതും അവൻ നിലത്തു വീണ് കിടന്ന് കരഞ്ഞു. കാരണം അവന് ലഭിച്ചത് 1-ാം സ്ഥാനമായിരുന്നു. ഇറാനിയൻ ചിത്രമായ ചിൽഡ്രൻ ഓഫ് ഹെവനിലെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണിത്. ജയിക്കാൻ പോലും താല്പര്യമില്ലാത്ത ചിലരെങ്കിലും ഉണ്ടാകും. അവരെ ജീവിതത്തിന്റെ പൊതുവിതരണ കേന്ദ്രത്തിലെ ത്രാസിൽ വെച്ച് അളന്നു നോക്കരുത്. കാരണം ജയിച്ചാൽ നഷ്ടപ്പെടുന്ന പ്രിയങ്ങളെയും സ്വപ്നങ്ങളെയും ഓർത്ത് അവർ സ്വയം തോൽവി സമ്മതിക്കുന്നതാകാം. വിജയം ഒരു പൊതുസംഭവം മാത്രമല്ല, അതിനൊരു സ്വകാര്യ സുഖം കൂടി വേണം. എന്നാലേ അത് 100% വിജയമാകൂ. ആൾക്കൂട്ടം മുഴുവൻ പരാജിതൻ എന്ന് വിളിച്ചാലും തന്റെ ലക്ഷ്യം കണ്ടെത്തിയവനെ ആരുടെ പ്രശംസാപത്രവും ആവശ്യമില്ല. എല്ലാവരെയും 1-ാം സ്ഥാനത്തെത്തിക്കാനല്ല നാം പഠിപ്പിക്കേണ്ടത്. ഓരോ സ്ഥാനത്തിനും അതിൻ്റേതു മാത്രമായ പ്രസക്തിയുണ്ടെന്ന് പഠിപ്പിക്കുമ്പോഴാണ് വിജയത്തിന് പ്രസക്തിയുണ്ടാകുന്നത്. ശുഭദിനം.